മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിനകത്ത് അത് വലിയ രീതിയിൽ പാർട്ടിയെ ബാധിക്കുന്നുണ്ട്. കാരണം അങ്ങനെ സംഭവം ഇല്ലെങ്കിൽ കൂടിയും അത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രതീതി വലുതാണ്. ഇല്ല, അതെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് പറഞ്ഞല്ലോ. ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായം പുറത്തു വന്നതിന് ശേഷം പിന്നീട് ആരും അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഇതിലൊക്കെ ഒരു ടൈമില്ലേ? ഞാൻ ഒരു ടൈം ഉണ്ടല്ലോ. ആ ടൈം ഏതാ? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, ഇലക്ഷൻ കഴിഞ്ഞ്, നമ്മൾക്ക് MLA-മാരൊക്കെ ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള തലത്തിൽ സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ ആലോചിക്കേണ്ട കാര്യമല്ലേ? അതാ ഹൈക്കമാൻഡ് ഓർമ്മിപ്പിച്ചത്. അത് കറക്റ്റുമാണ്. അതുവരെ ചെയ്യേണ്ടത് എന്താ? നമ്മളുടെ നമ്പറാണ്, നമ്പർ ഗെയിമാണ്. നമ്പർ കൂട്ടാനുള്ള ശ്രമം നടക്കണം. 72+ അതിലൊട്ടെത്തണ്ടായി. അതെത്തിയാലും പറന്ന് അങ്ങനെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കേരളത്തിൻ്റെ പഴയ എക്സ്പീരിയൻസ് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അത് കേരളത്തിൽ വരണം. അത് വരത്തക്ക വിധത്തിലുള്ള നടപടിയെടുക്കണം. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുമോ, തിരിച്ചു വരുമോ UDF-ലേക്ക്? അതൊക്കെ അപ്പുറം ഇപ്പുറമുള്ള ആക്ഷനും റിയാക്ഷനും പോലെ നിൽക്കും. അവർ ജനാധിപത്യ ചേരിയിൽ നിന്ന ആളുകളാണ്. ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് അവർ ജനാധിപത്യ ചേരിയിൽ നിന്ന് അവർക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വന്നത്. ആ സാഹചര്യത്തെ ഞാൻ വിലയിരുത്താൻ ഇപ്പോഴില്ല. അത് വേണമായിരുന്നോ എന്നൊരു ചോദ്യം നമ്മുടെയും മനസ്സിലുണ്ട്. അത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ ഒട്ടനവധി ആളുകളുണ്ട്. ഇനി ഒരു പുനരേകീകരണത്തിൻ്റെ നടപടി ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ, അത് പക്ഷേ ചർച്ചയ്ക്ക് പോകുന്നവരും ചർച്ചയ്ക്ക് ഇരിക്കേണ്ടവരും ഒക്കെ തമ്മിൽ പരസ്പരം ഉണ്ടാകേണ്ട ഒരു ധാരണയാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. എന്നാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. അത് വരട്ടെ അതിൻ്റേതായ രൂപത്തിൽ. അതൊക്കെ ഡിസ്കഷനിനകത്ത് വരേണ്ട കാര്യമാണ്. ഒരു ബൈലാറ്ററൽ ഡിസ്കഷനിൽ മാത്രമേ അത് തീരത്തുള്ളൂ. അതൊരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റിൽ കൂടിയോ അതല്ലെന്ന് വരികിൽ ഇങ്ങനെയുള്ളൊരു സംവാദത്തിലൂടെയോ തീരുന്ന പ്രശ്നമല്ല. അത് ബൈലാറ്ററൽ ഡിസ്കഷനിലാണ്. ആ ഡിസ്കഷനിലൂടെ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാകുള്ളൂ. അത് അതിൻ്റേതായ മുറയ്ക്ക് പോകട്ടെ. ഈ പലപ്പോഴും നമ്മൾ സംശയം തോന്നുന്ന കാര്യം, കേരളത്തിൽ 2 പ്രതിപക്ഷ നേതാവുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്യേണ്ട പല കത്തുകൾ അയക്കലും ഒക്കെ ചെന്നിത്തല ചെയ്യുന്നു. അത് സാരമില്ല. സീനിയർ, അത്രയും സീനിയർ താരം എന്ന് പറയുമെങ്കിൽ സാറും വലിയ സീനിയറാണ്. അല്ല, കത്ത് ആരെഴുതിയാലും ചെല്ലുന്ന ഒരു സ്ഥലത്തല്ലേ. നമ്മൾ ആര് കത്തെഴുതിയാലും ശരി ചെല്ലുന്ന ഒരു സ്ഥലത്തല്ലേ. അതൊക്കെ അതിൻ്റേതായ മുറയ്ക്ക് പോയിക്കോട്ടെ. നമ്മളതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒന്നേ ഉള്ളൂ, നമ്മൾ കത്തെഴുതി കേരളത്തിലെ ജനങ്ങളുടെ ചീട്ട് കീറുന്ന രൂപത്തിലാവരുത്. അതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇത് പലർക്കും ഉള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് തോന്നുന്നു സാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഇന്ന് ലീഗിൻ്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. അതിൽ ഒരു വിമർശനം ഉയർന്നത് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നില്ല, മുന്നണിക്കകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെന്നൊരു വിമർശനം അവിടെ ചർച്ചയായിട്ട് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? തർക്കം പരിഹരിക്കുക, ഒത്തിരി തർക്കങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. കുറേയധികം തർക്കങ്ങൾ. ഇപ്പം എൻ്റെ മുമ്പിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള ചില തർക്കങ്ങളുണ്ട്. അതിനൊക്കെ ഏറെക്കുറെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെയും മേളിലുമായിട്ട് നമ്മുടെ പാർട്ടിക്കകത്ത് ഒരു ടീം നേതാക്കന്മാരുണ്ടല്ലോ, അവരുടേതായ തലത്തിൽ നോക്കി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നത് പരിഹരിക്കുന്നുണ്ട്. പരിഹരിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം പുറത്തുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതും പരിഹരിക്കണം. അതും പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു തർക്കവും അവശേഷിക്കാത്ത വിധത്തിൽ ക്ലീൻ സ്ലേറ്റിൽ നമ്മുടെ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ ഒരു ശക്തി പ്രകടനം UDF-ൻ്റെ കാണാൻ കഴിയണമെങ്കിൽ അതിനു മുമ്പ് ചില എക്സർസൈസും കൂടെ ചെയ്യണം. ആ എക്സർസൈസ് സ്വാഭാവികമായിട്ടും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അടിയന്തരമായി അങ്ങനെ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടത് കോൺഗ്രസിനകത്തും UDF-നകത്തും? പ്രവർത്തനത്തിന് മാറ്റം വേണ്ട. പ്രവർത്തനം ഇതേ രൂപത്തിൽ തന്നെ അതുകൊണ്ട്, പക്ഷേ ചടുലമായ പ്രവർത്തനം. നമ്മുടെ പ്രസൻസ് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. നമ്മൾ നീതിപൂർവ്വമാണ് നിൽക്കുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാകണം. കോൺഗ്രസ് ലീഡേഴ്സ്, മുന്നണി ലീഡേഴ്സ് ക്രെഡിബിൾ ലീഡേഴ്സാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നല്ല ധാരണ ഉണ്ടാകണം. അതിന് തടസ്സമായി ഒന്നും ഉണ്ടാകരുത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.